ലയൺസ് ക്ലബ് ഓഫ് അരുവിത്ര ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക വിസിറ്റിംഗും വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഭരണങ്ങാനം ഓശാന മൗണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. പരിപാടിയുടെ ഉദ്ഘാടനം ക്ലബ്ബ് പ്രസിഡന്റ് അരുൺ കുളമ്പള്ളിയുടെ അധ്യക്ഷതയിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോയ് കോശി നിർവഹിച്ചു. ക്യാബിനറ്റ് ട്രഷറർ പ്രസന്നൻ കെ പണിക്കർ മുഖ്യപ്രഭാഷണവും ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം, സോൺ ചെയർപേഴ്സൺ മാത്യു കൊക്കാട്ട്, ജോജോ പ്ലാത്തോട്ടം, ഡോക്ടർ കുര്യാച്ചൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണറെയും ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്ത റോയി കടപ്ലാക്കലിനെയും ആദരിച്ചു. Whether you are a child, whether you are elderly, whether you are a working professional, whether you are school-going children, whether you are a bedridden old age or a geriatric patient or poor, you can cover their lives and make their life better. അവരുടെ ജീവിതത്തിൽ നമുക്ക് നടന്നു കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനായിട്ട് 7 തരത്തിൽ അല്ലെങ്കിൽ 7 വർണ്ണത്തിൽ 7 പ്രോജക്റ്റുകളും മുമ്പിൽ വെക്കുകയുണ്ടായി. ഞാനത് നിങ്ങളുടെ റിപ്പോർട്ട് പോലെ നമ്മുടെ സിബി പറഞ്ഞ കാര്യം കേട്ട് ഞാൻ നിശ്ചയിച്ചു പോയി. ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ച ആശയം സ്കൂൾ അഡോപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. അതിൽ ഞാൻ വെച്ച ഒരു ചെറിയ ആശയം ഇതാണ്. സ്കൂൾ കുട്ടികൾക്ക് എപ്പോഴും ടൂർ പോകാനായിട്ട് താല്പര്യമുണ്ടാകും. അങ്ങനെ ടൂർ പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവണം. അപ്പൊ അവരെന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് കല്യാണം, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ ഒരു ബാക്കിലോട്ട് മാറും. പിന്നെ അത് വളരെ വിഷമിച്ച് ഈ ടൂർ പോകാതിരിക്കുന്ന കുട്ടികൾ നമ്മുടെ ഇടയിലെല്ലാം ഉണ്ട്. അപ്പൊ ഞാനന്ന് വെച്ചൊരു ആശയം ഇതാണ്, നിങ്ങളൊരു സ്കൂളിൽ അപ്രോച്ച് ചെയ്യുക, ടീച്ചേഴ്സിനോട് പറയും ഈ വർഷം ടൂർ പോകുന്ന അല്ലെങ്കിൽ എക്സ്കർഷൻ പോകുമ്പോൾ ഞങ്ങളൊരു 10 കുട്ടികളെ ഞങ്ങൾ സ്പോൺസർ ചെയ്തോളൂ, അവരെ നിങ്ങൾ ഉൾപ്പെടുത്തി അവരുടെ ചെലവ് എത്രയാണെന്ന് പറഞ്ഞ് ഞാൻ തന്നോളാം എന്ന് പറയണമെന്ന്. അങ്ങനെ ഈ വർഷത്തെ ഡിസ്ട്രിക്റ്റിന്റെ ആദ്യ ദിവസം, ദ ഫസ്റ്റ് ഡേ ഓഫ് മൈ ഡിസ്ട്രിക്ട് ദിസ് ഇയർ, ജൂലൈ 1 6 മണിക്ക് ഞാൻ പത്തനംതിട്ട വെച്ച് ഒരു
സ്കൂൾ കുട്ടികൾ 40 പേരെ ഒരു ക്ലബ്ബ് സ്പോൺസർ ഓവർസീസ് ക്ലബായ അവര് സ്പോൺസർ ചെയ്ത ഒരു പ്രോജക്റ്റ് അത് ഫ്ലാഗ് ഓഫ് ചെയ്താണ് ഞാൻ കാണാൻ ചെയ്തത്. അപ്പൊ ആ 40 കുട്ടികൾ പോയ സമയത്ത് അവരുടെ മുഖത്ത് വന്ന സന്തോഷം, അവർ തിരികെ വന്നിട്ട് നമ്മളോട് ഷെയർ ചെയ്ത എക്സ്പീരിയൻസ്, അത് വളരെയധികം ആ പ്രോജക്റ്റില് അത് എത്രമാത്രം അർത്ഥവത്താണെന്ന് പറയുന്നത് പോലെ അതേപോലെയാണ് ഇപ്പോ നിങ്ങളുടെ ക്ലബ്ബ് ചെയ്ത കുട്ടികളെ ടൂർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഇസ് ലയണിസം ഓൾ അബൌട്ട്. ഇതാണ് ലയണിസം എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് നമ്മൾ കാണാത്ത, നമ്മൾ കണ്ടിട്ടും കണ്ടിലും നടിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരേ പോലെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊരു താങ്ങായിട്ട് അവരുടെ ജീവിതത്തിൽ നിറം പകരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാകണം ലയൺസ് ക്ലബ്ബ് എന്നാണ് എന്റെ ഒരു വിഷയം. അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ സന്തോഷമുണ്ട്. ഞാൻ ഈ വർഷത്തെ പ്രസിഡന്റ് ലയൺസ് അദ്ദേഹത്തിന്റെ ടീമിനെ ഞാൻ പുസ്തകം അഭിനന്ദിക്കട്ടെ. The Lions Club Ayutthaya has been showing excellent qualities of the Lions Club. CB, for that matter, has been on the forefront of arranging a lot of innovative programs. One of such program is a role, an iconic project in the multiple, that is the Youth Empowerment Program. Last year, I think he has done more than 100 programs. And he said, I want to retire from this post. I said, I will not consider your retirement. It is a very early retirement for a life. And I have given him a bigger task of the Chief Secretary on 6. And he is actually running from club to club.